എല്ലാവർക്കും ഞാൻ സുധിയാണ് പഴയടം ഗുരുവായൂർ. എന്നോടൊപ്പം ലക്ഷ്മിയാണ്. ലക്ഷ്മി ഗുരുവായൂരുണ്ട്. നമസ്കാരം. എത്ര നാളെ ഗുരുവായൂർ? ഞാൻ ഒരു 2 വർഷം ഇവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മാറി നിൽക്കാണ്. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഗുരുവായൂരപ്പനെ വിട്ടിട്ട് ഇങ്ങനെ കുറച്ച് ദൂരേക്ക് പോയപ്പോ വല്ലാത്ത ഒരു വിഷമമുണ്ട് എനിക്ക്. അതാണ് ഏകാദശി ആയപ്പോ, കഴിഞ്ഞ ഏകാദശിക്ക് എല്ലാ ദിവസവും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏകാദശി ആയപ്പോ എനിക്ക് വല്ലാത്ത ഒരു മനസ്സിൽ ഭയങ്കര ഒരു പറയാൻ പറ്റില്ല എനിക്ക്. ആ രീതിയിലുള്ളൊരു വിഷമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വരണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാവിലെ തുടങ്ങിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞിങ്ങനെ കരഞ്ഞു, എനിക്ക് എന്തായാലും ഗുരുവായൂർ പോകണം. അങ്ങനെ ഏകാദശി വ്രതം എടുത്ത് ഇന്ന് ഗുരുവായൂർ വന്നു. അങ്ങനെ നേരിട്ട് കാണാൻ പറ്റില്ല, എന്നാലും എനിക്ക് ഈ മണ്ണിൽ കാല് കുത്തിയപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും എല്ലാം കിട്ടി. ഭഗവാന്റെ അനുഭവം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴിങ്ങനെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അത് നല്ല രീതിയിൽ എനിക്ക് ഫിനിഷിങ് ആവാറുണ്ട് എനിക്ക്. എന്ന് വെച്ചാൽ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടാവണം. എപ്പോഴും അതന്നെ പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചോദിക്കാറില്ല. ഭഗവാൻ എന്നും കൂടി ഉണ്ടാവണേ. അത് മാത്രമുള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും. അടുത്തൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പരിസരത്ത് തന്നെ എവിടെയെങ്കിലും എത്തിച്ചേരണം. എൻ്റെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. ഇഷ്ടം ഈ മേക്കപ്പിനാണോ ഇഷ്ടം? ഈ ഫീൽഡ് മേക്കപ്പിനോട് ഇഷ്ടമാണ്. സിനിമാ രംഗത്ത് ഇനിയിപ്പോ ഭാവിയിലേക്ക് പ്രതീക്ഷിക്കാമോ? അതറിയില്ല. താങ്ക് യു. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ലക്ഷ്മി ആയിരുന്നു. അപ്പൊ വീണ്ടും കാണാൻ. ബൈ. താങ്ക് യു.